Voice of Marketing, in touch with positive people. ഒരു പുതിയ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും സ്വാഗതം. കോൺഫിഡൻസോടെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പ്രതിപാദിച്ചിരുന്നു. മാർക്കറ്റ് ആൻഡ് സെയിൽസിന്റെ ഒരു വലിയ പാർട്ടാണ് ഫോളോ അപ്പ്. ഒരു ആന പോലുള്ള ഒരു വലിയ ഏരിയയാണ് ഫോളോ അപ്പ്. ഫോളോ അപ്പിന്റെ പാർട്ട് 1, 2, 3 ഹൈവേ പോലെ അതിന്റെ ഡീറ്റെയിലേക്ക് നമുക്കൊന്ന് പോകാം. നമ്മളൊരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ വിൽക്കുന്നതിന് വേണ്ടി ഒരു കസ്റ്റമറെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ആ പ്രോഡക്റ്റിന്റെ നോളജ് കൊടുത്തുകൊണ്ടിരിക്കുന്നു, അതിന്റെ ഗ്യാരണ്ടിയെ കുറിച്ചിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു, അതിന്റെ പ്രൈസിങ്ങിനെ കുറിച്ചിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു, അത് സപ്ലൈ ചെയ്യുന്ന സംവിധാനത്തെ കുറിച്ച്, കോമ്പറ്റീറ്റർ, ആ പ്രോഡക്റ്റുകളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്ത്, അവരുടെ കുറ്റം പറയണ്ട, നമ്മുടെ ക്വാളിറ്റിയെ കുറിച്ചിട്ട് അതിന്റെ മെറിറ്റുകളെ കുറിച്ചിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു ന്യൂ കസ്റ്റമർക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ന്യൂ ഡീലർക്ക് വേണ്ടി നടത്തുന്ന ഫോളോ അപ്പിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ആ കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലൂടെ, റെഫറൽ മാർക്കറ്റിങ്ങിലൂടെ ഒക്കെ ഒരു ഡേറ്റ കിട്ടാം. ഒരു ടെലി എക്സിക്യൂട്ടീവ് ഈ ഡേറ്റ വച്ച് അവരെ ഫോളോ അപ്പ് ചെയ്യും, അവരെ വിളിച്ച് സംസാരിക്കും. അതുകൂടാതെ ഡയറക്റ്റ് ആയിട്ട് ഷോപ്പിൽ പോയി വിസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ കസ്റ്റമറെ ഓഫീസിൽ പോയി വിസിറ്റ് ചെയ്ത് ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നോളജ്, കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കും. ഓൾറെഡി നമ്മൾ അപ്പോയിന്റ് ചെയ്ത ഒരു കസ്റ്റമറുടെ അടുത്ത് നിന്നും റീ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട്, വീണ്ടും ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ ഫോളോ അപ്പ് ചെയ്യേണ്ടതുണ്ട്. ഒരു ഷോപ്പിലൊക്കെ ആണെങ്കിൽ അവിടെ നേരിട്ട് പോയി വിസിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഓർഡറുകൾ അവിടെ ഷോർട്ടേജ് വന്നിട്ടുണ്ടോ, നമ്മൾ സപ്ലൈ ചെയ്യാറായിട്ടുണ്ടോ, ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കൃത്യമായിട്ട് നമ്മൾ ആ ഷോപ്പ് വിസിറ്റ് ചെയ്ത് തന്നെ മനസ്സിലാക്കി പ്രോഡക്റ്റ് ടൈറ്റായിട്ട് ആ ഷോപ്പിൽ ഉണ്ടായിരിക്കണം. എന്താണ് ഫോളോ അപ്പ് എന്ന് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞല്ലോ. എങ്ങനെ കോൺഫിഡൻറ്റോടെ ഫോളോ അപ്പ് ചെയ്യാം എന്ന ഒരു ഏരിയ ഉണ്ട്. അതൊരു ബൃഹത്തായ വലിയ ഏരിയ. ഓരോ ടെലി എക്സിക്യൂട്ടീവിന്റെ അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകുന്ന ഓരോ ആളുകളുടെ എക്സ്പീരിയൻസും അവരുടെ മാനറിസവും സ്വഭാവമൊക്കെ അതിനെ ആശ്രയിച്ചിരിക്കും. ഈ സാധാരണഗതിയിൽ ഒരു ഷോപ്പില് ഒരു ഡീലറെ കാണാൻ പോകുമ്പോൾ നിരന്തരം അവിടെ വിസിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നിരന്തരം വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് അത് ഫോളോ അപ്പ്, അത് റിസൾട്ടിലേക്ക് വരികയുള്ളൂ. കുറച്ച് നാള് പുറത്തായിരുന്നപ്പോൾ അവിടെ ഒരു അറബി പഠിപ്പിച്ചു തന്ന, അതിന്റെ ഓണറായ ഒരു അറബി പഠിപ്പിച്ചു തന്നൊരു ഫോളോ അപ്പ് ഉണ്ട്. എന്നെ ഞെട്ടിച്ചു കളഞ്ഞ ഫോളോ അപ്പ്. അത് ജീവിതത്തിൽ പലപ്പോഴും അത് ഉപകാരപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ഞങ്ങളൊരു കമ്പനി, ഒരു വാട്ടർ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജനറൽ മാനേജർ ഉണ്ട്, ഞാനുണ്ട്, മാർക്കറ്റിംഗ് മാനേജർ ഉണ്ട്, അറബി ഇരിക്കുകയാണ്. ഒരു കസ്റ്റമർ ഓർഡറും തരുന്നില്ല, പേയ്മെന്റും തരുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറബി കാണുകയാണ്. അപ്പോൾ 3 പ്രാവശ്യം വിളിച്ചിട്ടും ഒരു റിപ്ലൈ, അയാൾ ഫോൺ എടുക്കണില്ല. അപ്പോൾ അറബി അടുത്തിരുന്ന് പറഞ്ഞു, വിളിക്കാൻ പറഞ്ഞു, എന്നോട് വീണ്ടും വിളിക്കാൻ പറയാണ്. ഞാൻ 4 പ്രാവശ്യം വിളിച്ചു, 5 പ്രാവശ്യം വിളിച്ചു, 6 പ്രാവശ്യം വിളിച്ചു, ആ കസ്റ്റമർ ഫോൺ എടുക്കണില്ല. അറബി വീണ്ടും പറഞ്ഞു, വിളിക്ക്, മുതലാളിയാണല്ലോ പറയണേ, വിളിക്ക്. അപ്പൊ ഞാൻ വീണ്ടും വിളിച്ചു, 10 പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. 11 പ്രാവശ്യം വിളിച്ചു, 12 പ്രാവശ്യം വിളിച്ചു, 15 പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. എന്നോട് പിന്നെയും അദ്ദേഹം പറയുന്നു, ഈ വിളിക്കാൻ പറഞ്ഞു. ഞാൻ കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. 18 പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. 20ാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോ ഈ പറഞ്ഞ കസ്റ്റമർ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഞാൻ അത് പേയ്മെന്റ് ഇപ്പൊ തന്നെ നെഫ്റ്റ് ചെയ്യാം, ഓർഡർ ഇപ്പൊ തന്നെ തരാം എന്ന് പറഞ്ഞു. എന്റെ അനുഭവത്തിൽ ചില എക്സ്പീരിയൻസുകൾ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. എക്സ്പീരിയൻസ് ഈസ് ദ മാസ്റ്റർ എന്ന് പറഞ്ഞ പോലെ. പിന്നെ പല കസ്റ്റമറെയും ഞാൻ അതുപോലെ കേരളത്തിൽ എത്തിയ ശേഷം ഞാൻ പല കസ്റ്റമറെയും അങ്ങനെ വിളിച്ചിട്ട് അവസാനം അവർക്ക് ഫോൺ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഒരു ഫോണിലേക്ക് ഒരാൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു പ്രത്യേക അവസ്ഥയാണ്. നിങ്ങൾ വിളിക്കുന്ന ആൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്താണോ അത് ആ ഫോണിലേക്ക് അയാളുടെ കോള് വരുമ്പോൾ ആ കോളിലേക്ക് നോക്കിക്കൊണ്ട് അയാളും ആ സംഘർഷം അനുഭവിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ 20ാമത്തെ കോളിൽ അദ്ദേഹത്തിന് ആ ഫോൺ എടുക്കേണ്ട വന്നു, അതിന്റെ സെറ്റിൽമെന്റ് ചെയ്യേണ്ട വന്നു. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഫോൺ ഓഫ് ചെയ്തിട്ട് പോകണം. ഫോൺ ഒരാൾ ഓഫ് ചെയ്തിട്ട് പോവാന്ന് പറയുമ്പോൾ പിന്നെ അയാൾക്ക് നമ്മൾ എന്നുള്ള കസ്റ്റമർ മാത്രമല്ല, വേറെ നിരവധി ആൾക്കാർ ഉണ്ടാവും. പക്ഷെ ഒരു കാരണവശാലും ഇത്തരത്തിലൊരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ഒരു ന്യൂ കസ്റ്റമറെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ, ഒരു പുതിയ ഡീലറെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പുതിയ ആളെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നിരന്തരം
ഫോൺ ചെയ്യാൻ പാടില്ല. പേയ്മെന്റ് തരാതെ ഓർഡറും തരാതിരിക്കുന്ന ഒരു കസ്റ്റമറുടെ ഒരു അവസ്ഥയിൽ ഇത്തരം ഒരു സിസ്റ്റം ഈ രീതിയിൽ ഒരു കാര്യം അഡോപ്റ്റ് ചെയ്താൽ ചിലപ്പോൾ അത് സക്സസ് ആവും. പിന്നെ എങ്ങനെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം? ഫോളോ അപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിൻസിയർ ആയിട്ട് ചെയ്യേണ്ട ഒരു ജോലിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. വീക്കിലി നമ്മൾ ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യങ്ങൾ ഒരു ആ കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യണം. കൃത്യമായിട്ട് ആ ഫോളോ അപ്പിന്റെ റിസൾട്ട് നമ്മൾ ഒരു ഡയറി ഉണ്ടെങ്കിൽ അതിനകത്ത് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യും. അയാളുടെ പേര് വിളിച്ച് നമ്മൾ സംസാരിക്കണം. അയാളുടെ ആവശ്യം എന്താണ്? നമ്മുടെ പ്രോഡക്റ്റിൽ സാറ്റിസ്ഫൈഡ് ആണോ? ഇപ്പോൾ എടുക്കുന്ന കോമ്പറ്റീറ്റർ ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റിനുള്ള മെറിറ്റ് എന്താണ്? അത് കൃത്യമായിട്ട് ആ കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കണം. മനസ്സിലാക്കിയ ശേഷം ആ കസ്റ്റമർ നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ തയ്യാറാവും. ഒരു റാപ്പോ ബിൽഡപ്പ് ചെയ്യണം. വളരെ സ്വീറ്റായിട്ട്, വളരെയധികം എന്താ പറയുക, വളരെ ഭംഗിയോടെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റണം. അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റണം. ഒരു കസ്റ്റമറെ നമ്മുടെ ബിസിനസ്സിലേക്ക്, നമ്മുടെ പ്രോഡക്റ്റിലേക്ക് അസോസിയേറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ അതിൻ്റെ ബാക്കിൽ കുറച്ച് വർക്കുണ്ട്. ആ വർക്ക് നമ്മൾ ചെയ്യാൻ തയ്യാറാവണം. നിരന്തരം റീവിസിറ്റ് ചെയ്യുക. ക്വാളിറ്റിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക. പേയ്മെന്റ് ടേംസുകൾ പറഞ്ഞ് മനസ്സിലാക്കുക. പ്രൈസിങ് പോളിസികൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. ഡെഫിനറ്റ് ആയിട്ടും ആ കസ്റ്റമർ നമുക്ക് കിട്ടിയിരിക്കും. അല്ലാതെങ്ങും പോയില്ല കസ്റ്റമർ. ആരെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്? ബാക്കിലേക്ക് പോവുക. എന്താണ് ഫോളോ അപ്പ്? എങ്ങനെ ഫോളോ അപ്പ് ചെയ്യാം? ആരെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്? ഇനി അതിന്റെ ആൻസറാണ് നമുക്ക് പഠിക്കാൻ പോകേണ്ടത്. ഇവിടെയാണ് നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളിലേക്ക് അടുക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ പ്രോഡക്റ്റ്, നമ്മുടെ സർവീസ്, അതിനെ കുറിച്ചിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങും. നമ്മുടെ പ്രൈസിങ്ങിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങും. ആഫ്റ്റർ സർവീസിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങും. എന്ന് സപ്ലൈ ചെയ്യും? സപ്ലൈ ചെയ്താൽ എന്ന് റീഓർഡർ എടുക്കാൻ നിങ്ങൾ എന്ന് വരും? ഇതിന്റെ പേയ്മെന്റ് സിസ്റ്റം എങ്ങനെയാണ്? നിങ്ങൾ ഇതുവരെ അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരുന്നു കുറെ ക്വസ്റ്റ്യൻസ്. അവർ ഇങ്ങോട്ട് സംസാരിക്കാൻ വരും, ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ വരും. അവരെ നോട്ട് ചെയ്യുക. അവർ നിങ്ങളിലേക്ക് അടുക്കുന്ന നിങ്ങളുടെ റിയൽ കസ്റ്റമറായി. ആ റിയൽ കസ്റ്റമറിനെ നമ്മളിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അവരെ ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഹോട്ട് കസ്റ്റമർ, വാം കസ്റ്റമർ, കോൾഡ് കസ്റ്റമർ. ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്ന കസ്റ്റമറെ നിങ്ങൾക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. ഹോട്ട് കസ്റ്റമർ ആരാണ്? നിങ്ങളോട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവർ. അവർ പ്രൈസിങ്ങിനെ കുറിച്ച് ചോദിക്കും, സപ്ലൈ കുറിച്ച് ചോദിക്കും. അവരെ വളരെയധികം നോട്ട് ചെയ്യണം. അപ്പോൾ അവരെ ഹോട്ട് കസ്റ്റമറായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അവരെ ഏകദേശം ഒരു 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസത്തിനുള്ളിൽ നമ്മളായിട്ട് ബിസിനസ് അസോസിയേറ്റ് ചെയ്യും. അവര് പർച്ചേസ് ചെയ്യാൻ തയ്യാറുള്ളവരായിരിക്കും ഹോട്ട് കസ്റ്റമർ എന്ന് പറയുന്നത്. ഒരു 15 ദിവസത്തിനുള്ളിൽ, ഒരു 30 ദിവസത്തിനുള്ളിൽ പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്ന അവരും ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കും. സപ്ലൈ എങ്ങനെയാണ്, പ്രൈസ് കുറയോ എന്നൊക്കെ ചോദിക്കും. പ്രൈസിനെ കുറിച്ച് ചോദിക്കുന്നത് ഒരു നല്ല കസ്റ്റമർ തന്നെയായിരിക്കും. അത് പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും ഒരു നല്ല കസ്റ്റമർ തന്നെയായിരിക്കും. എത്രമാത്രം ഡിസ്കൗണ്ട് നിങ്ങൾ കൊടുക്കുന്ന, നിങ്ങളൊരു ഡീലറെ മീറ്റ് ചെയ്യണം, എത്രമാത്രം ഡിസ്കൗണ്ട്, മാക്സിമം ഡിസ്കൗണ്ട് എത്ര കിട്ടും, വേറെ ഓഫറുകൾ ഉണ്ടോ, സ്കീമുകളുണ്ടോ, അതിനെക്കുറിച്ചൊക്കെ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ നല്ല കസ്റ്റമർ തന്നെയാണ് ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമറെ നമ്മൾ നോട്ട് ചെയ്യണം. ഒരു 30 ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്യാൻ സാധ്യതയുള്ള ആ തരം കസ്റ്റമറെ നമുക്ക് ഒരു വോം കസ്റ്റമറായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. അതിനുശേഷം വന്ന കോൾഡ് കസ്റ്റമർ ഉണ്ട്. അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. 2 വഞ്ചിയിലായിട്ട് കാല് ചവിട്ടി നിൽക്കുന്നവരായിരിക്കും. അവരെ നമുക്ക് ഒരു വഞ്ചിയിലേക്ക് കയറ്റണം, ഒരു കാലെടുത്ത് അതിലേക്ക് വയ്പ്പിക്കണം. പ്രോഡക്റ്റിന്റെ നോളജ്, ക്വാളിറ്റി കാര്യങ്ങൾ കൂടുതൽ അവരെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി അവരെ ആ കോൾഡിൽ നിന്നും വോമിലേക്കും ആ വോമിൽ നിന്നും ഹോട്ടിലേക്കും മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. എല്ലാ പ്രാവശ്യം ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യുമ്പോഴോ ഒരു കസ്റ്റമറെ അടുത്ത് ടെലിഫോണിക്കലി നമ്മൾ സംസാരിച്ച് ഫോളോ അപ്പ് ചെയ്യുമ്പോഴോ അതിൻ്റെ നോട്ട് എന്തൊക്കെയാണ് എന്നുള്ള കൃത്യമായിട്ട് നമ്മൾ ഡയറിയിൽ നോട്ട് ചെയ്ത് വെക്കണം. അവരുടെ ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് അവർ എന്തൊക്കെ റിക്വയർമെന്റ് അവർക്ക് വേണ്ടി വരും, ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവരെ പേര് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ടെലിഫോണിക്കലാണ് നിങ്ങൾ ഒരു കസ്റ്റമറായിട്ട് മീറ്റ് ചെയ്തെങ്കിൽ വളരെയധികം മധുരമായിട്ട് അവരുടെ അടുത്ത് സംസാരിക്കാനുള്ള മനസ്സ് കാണിക്കണം. നേരിട്ടാണെങ്കിൽ വളരെ സ്നേഹത്തോടെ പെരുമാറാനുള്ള മനസാന്നിധ്യം കാണിക്കണം. അവിടെയാണ്
ഒരു ബിസിനസിന്റെ റാപ്പോ, അവിടെയാണ് ആ ഒരു കോണ്ടാക്ട് വരുന്നത്, അവിടെയാണ് റിലേഷൻ ബിൽഡപ്പ് ചെയ്യുന്നത്, അവിടെയാണ് നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത്, അവിടെയാണ് നിങ്ങളുടെ ഓർഡർ ഇരിക്കുന്നത്. ഈ ഷോപ്പ് വഴിയൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ റെഗുലറായിട്ട് വിസിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ചിലപ്പോൾ 1 മാസം, 2 മാസം, 3 മാസം, 4 മാസം, 5 മാസം ആ ഫേസ് എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് തന്നെ തോന്നും ഇവൻ ചാടിപ്പോകുന്നതല്ല, വേറെ കമ്പനിയിലേക്ക് എപ്പോഴും എടുത്ത് ചാടുന്നതാണല്ല. റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഷോപ്പിൽ വരുന്നുണ്ട്, എൻ്റെ ഓഫീസിൽ വരുന്നുണ്ട്, നിരന്തരം എല്ലാ വീക്കിലും കൃത്യമായിട്ട് വരുന്നുണ്ട്, വിസിറ്റ് ചെയ്യുന്നുണ്ട്. ആ ധാരണ, ആ ബോധ്യം അയാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള, ഫോളോ അപ്പിലൂടെ ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു വലിയൊരു മാർഗ്ഗമാണത്. റീവിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഓർഡറിലേക്ക് ഡെഫിനറ്റ് ആയിട്ടും അത് കൺവേർട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. എല്ലാ പ്രാവശ്യവും ഒരു കസ്റ്റമറെ നമ്മൾ റീവിസിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ടെലിഫോണിക്കലാണെങ്കിലും കമ്പനിയുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ഇങ്ങനെ വാദോരാതെ സംസാരിക്കണമെന്നില്ല. സാറ് ഇവിടെ ഞാൻ ഈ വഴി പോയി, അപ്പോൾ സാറിനൊന്ന് നേരിട്ട് കാണാൻ വേണ്ടി വന്നതാണ്, ഓക്കെ സാർ എന്ന് പറഞ്ഞ് ഒന്ന് പോയാൽ മതി. ഇതുപോലൊക്കെ സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതൊക്കെ ഡെഫിനറ്റ് ആയിട്ടും ഇതൊക്കെ ഒരു ഫോളോ അപ്പിന്റെ മാർഗങ്ങളാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതൊക്കെ മാർക്കറ്റിൽ സക്സസ് ആക്കിയ കാര്യങ്ങളാണ്, വിജയിപ്പിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് ഫോളോ അപ്പ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു കാരണവശാലും ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യമാണ്. കൃത്യമായിട്ട് റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ, റീവിസിറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നാൽ, ടെലിഫോണിലൂടെ കൃത്യമായിട്ട് കാര്യങ്ങൾ, ടെലി എക്സിക്യൂട്ടീവുകൾ കൃത്യമായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ, വളരെ സോഫ്റ്റായിട്ട് മധുരമായിട്ട് സംസാരിച്ചാൽ, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്താൽ, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് കേൾക്കുക, അതിനുശേഷം മനസ്സിലാക്കി കൊടുത്താൽ ആ ഒരു ഏരിയ നിങ്ങൾക്ക് ഏത് കസ്റ്റമറും കൺവേർട്ടായി വരും. ഫോളോ അപ്പ് 100% സക്സസ് ആണ്. ഫോളോ അപ്പ് ഇല്ലാതെ ബിസിനസ് വളരില്ല. എഴുതി വെച്ചോ, അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഫോളോ അപ്പിനുള്ളത്. കാരണം കോമ്പറ്റീറ്റേഴ്സ് ഇഷ്ടം പോലെ മാർക്കറ്റിലുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകളുണ്ടാവും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെയും ആരെങ്കിലുമൊക്കെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത്തരം ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര ആൾക്കാരുടെ ഫോളോ അപ്പിന്റെ അതിഭീകരത കൊണ്ട്, വളരെ കൃത്യമായ റെഗുലറായിട്ട് ഫോളോ അപ്പ് കൊണ്ട് നമ്മൾ പല പ്രോഡക്റ്റും എടുക്കാൻ നിർബന്ധിതനായിട്ടുണ്ട്. ഞാൻ നിർബന്ധിതനായിട്ടുണ്ട്. നമ്മളുടെ മനസ്സിനെ സ്പർശിക്കുന്ന രീതിയിൽ സംസാരിച്ച് ആ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏത് മനുഷ്യനായാലും അതിലേക്ക് ഒരു ആ പ്രോഡക്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മനസാന്നിധ്യം കാണിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. ഫോളോ അപ്പ് തീർന്നിട്ടില്ല, ഫോളോ അപ്പ് തുടർന്നുകൊണ്ടിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞു, ആന പോലെ വലിയൊരു സംഭവമാണ് ഫോളോ അപ്പ്. ഫോളോ അപ്പ് തുടർന്നുകൊണ്ടിരിക്കും. നെക്സ്റ്റ് എപ്പിസോഡിലും ഫോളോ അപ്പ് തുടർന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.